ബ്ലോക്ക് 1-ലെ രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഫിൽ ബൈത്തി, വീട്ടിലാണ്. അപ്പോൾ ഈ സംഭാഷണം നടക്കാൻ പോകുന്നത് വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത് പഠിക്കാൻ നമുക്കിതിലൂടെ കഴിയും. അതുപോലെ വീടുമായിട്ടും കുടുംബവുമായിട്ടും ബന്ധപ്പെട്ട സംഭാഷണങ്ങളും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള പദങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് വാക്കുകൾ, പദങ്ങൾ ജുംല മുഫീദയിൽ ഉപയോഗിക്കാൻ, വാക്യത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നു. അതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു. ഇതൊക്കെ ഈ പാഠത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട കഴിവുകളാണ്. അവലൈസ ബൈത്തുന അഹബുൽ അംകിനതി ഇലൈന, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ നമ്മുടെ വീട്. മക്കാനുൽ ഇസ്തിറാഹത്തി വ സക്കീന, റെസ്റ്റ് എടുക്കാനും സമാധാനത്തിനുമുള്ള ഒരു സ്ഥലം. മക്കാനുൻ യൂജദു ഫീഹി അഖറബു മം ഫിൽ ആലമി ഇലാ ഖുലൂബിന, നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുള്ള സ്ഥലം. അൽ ഉമ്മുൽ ഹനൂന, വാത്സല്യനിധിയായ ഉമ്മ. വൽ അബുൽ ഹബീബ്, സ്നേഹനിധിയായ ഉപ്പ. വൽ ഇഖ്വത്തു വൽ അഖവാത്ത്, സഹോദര സഹോദരിമാർ. നഫ്തഹു ഫീഹി അഫ്വാഹന ബി കുല്ലി ഹുരിയത്തിൻ ബിദൂനി തകല്ലുഫിൻ, ഒരു സമ്മർദ്ദവുമില്ലാതെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി നമ്മുടെ വായ തുറക്കുന്ന ഇടം. ഹൽ തുഷാരിക്കു തഹ്ദീസാത്തിക്കൽ യൗമിയ മഅ വാലിദൈക വ ഇഖ്വതിക, നിങ്ങളുടെ ദൈനംദിന സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമൊക്കെ പങ്കുവെക്കാറുണ്ടോ? കൈഫ തതഹദ്ദസു മഅഹും, എങ്ങനെയാണ് അവരോട് സംസാരിക്കുക? ബി ത്വരീഖത്തിൻ ബസീത്തത്തിൻ വ മഫ്തൂഹത്തിൻ, വിശാലമായ തുറന്ന സംസാരത്തിലൂടെയായിരിക്കും അവരോട് നിങ്ങൾ പങ്കുവെക്കുക, സംസാരിക്കുക. അലൈസ കദാലിക, അങ്ങനെയല്ലേ? കുല്ലമാ കാന തഹാദുസു അഅ്ലാഇൽ ബൈത്തി ബഅ്ദുഹും മഅൽ ബഅ്ദി മഫ്തൂഹൻ വ തബീഇയ്യൻ വ ബിദൂനി തകല്ലുഫിൻ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ വളരെ തുറന്നതും സ്വാഭാവികവും സമ്മർദ്ദങ്ങളില്ലാത്തതുമായി കഴിഞ്ഞാൽ തഷ്തദ്ദുൽ അലാഖാത്തു ഫീമാ ബൈനഹും, അവർക്കിടയിൽ ബന്ധങ്ങൾ ശക്തമാകും. വമിൻ സമ്മ, അതുകൊണ്ട് തന്നെ യസീറുൽ ബൈത്തു മംബഉ നശാത്തിൻ വ മസ്ദർ സുരൂരിൻ, അങ്ങനെ വീടുകൾ ഉന്മേഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടങ്ങളായിട്ട് മാറും. വ ഫീമാ യലി ഹിവാറുൻ, താഴെ ഒരു സംഭാഷണമുണ്ട്. യജ്രി ഫിൽ ബൈത്തി ബൈന അഅ്ലാഇൽ ഉസ്റ, കുടുംബാംഗങ്ങൾ തമ്മിൽ വീട്ടിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ്. ഹിവാറിലേക്ക് കിടക്കാം. അൽ അബു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഉമ്മ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ അബ്, ഹബീബത്തി, പ്രിയേ, പ്രിയമുള്ളവളെ. അഹ്ലിരീലി ഷൈഅൻ ലിശ്ശുർബി, എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരൂ. അൽ ഉമ്മ, അപ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, മാതാ തുഫദ്ദിലു ലിശ്ശുർബി, നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? അഷായു അമുൽ അസീറു, ചായയാണോ വേണ്ടത്, ജ്യൂസാണോ വേണ്ടത്? അപ്പോൾ അബ്, അന തഅബാനുൻ, ഞാൻ ക്ഷീണിതനാണ്. ഫഉഫദ്ദിലുൽ അസീറ, അതുകൊണ്ട് എനിക്ക് ജ്യൂസ് മതി. ഉമ്മ, ഹസനൻ, നല്ലത്. അന ഉഹ്ലിറുഹ ഫൗറൻ, ഞാനിതിപ്പോൾ തന്നെ കൊണ്ടുവരാം, പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം. അൽ ഇബിൻ, അപ്പോൾ മകൻ സംഭാഷണം തുടങ്ങുകയാണ്. മർഹബൻ അബി, ഉപ്പ മർഹബ, സ്വാഗതം അല്ലെങ്കിൽ വെൽക്കം. മിൻ ഐന ജിഅ്തൽ ആൻ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അന്ത തഅബാനുൻ. അൽ അബ്, മർഹബത്തൈൻ, സ്വാഗതം മോനെ. ബുനയ്യ, പൊന്നുമോനെ. അന റാജിഉ മിനൽ ഹഖൽ, ഞാൻ പാടത്തുനിന്ന് വരികയാണ്. വൽ ഹർറു ഷദീദുനിൽ യൗം, ഇന്ന് ചൂട് ഭയങ്കര കൂടുതലാണ്. വല്ലിബിൻ, നഅം ബാബ, ശരിയാണ് വാപ്പ. ലിമാദാ അന്ത തഅമലു ഹുനാക ഫി ഹാദൽ ഹരി ഷദീദ്, ഈ കഠിനമായ ചൂടിൽ എന്തിനാണ് നിങ്ങൾ അവിടെ അങ്ങനെ പണിയെടുക്കുന്നത്? അല്ലബ്, അലൈസ ലനാ വാജിബുൻ അൻ നക്തസിബ കൂത്തനാ ബി ഐദീന, നമ്മുടെ ഭക്ഷണം നമ്മുടെ കൈകൊണ്ട് തന്നെ നേടിയെടുക്കൽ നമുക്ക് നിർബന്ധമല്ലേ? നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തണ്ടേ? അല്ലിബിൻ, നാം ബാബ, ശരിയാണ് വാപ്പ.
വലാകിന്നനാ നഹ്നു നക്തസിബു കൂത്തന, നമ്മുടെ ഭക്ഷണം നമ്മൾ തന്നെ കണ്ടെത്തുന്നുണ്ടല്ലോ, ഞാൻ പണിയെടുക്കുന്നുണ്ടല്ലോ എന്നർത്ഥത്തിന്. ഫമിനൽ മുംകിനി അൻ തസ്തരിഹ ഫി ഹാദ സിന്നിൽ കബീർ, ഈ വലിയ വയസ്സിൽ വലിയ പ്രായത്തിൽ ഉപ്പ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. അൽ അബ് ഹസൻ ബുനയ്യ, ശരിയാണ് മോനെ, പക്ഷേ വലാകിന്നി, പക്ഷേ ലാ ഉഫദ്ദിലുൽ ഇസ്തിറാഹത്ത, എനിക്ക് ഒതുങ്ങിയിരിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് റെസ്റ്റ് എടുക്കുന്നത് ഇഷ്ടമല്ല. അൽ ഉമ്മ ഫല്ലൽ ഹബീബി ഹാദ അസീറുൽ ഇനബ്, ഇതാ ഹബീബി ജ്യൂസ്. അൽ അബ്, അപ്പോൾ ഉപ്പ ശുക്രൻ ഹബീബത്തി, താങ്ക് യു ഹബീബത്തി. വ അഅ്തീഹി ലി ഇബ്നിന ഐദൻ, നമ്മുടെ മോനും കൊടുക്കൂ. അൽ നാം, ശരി. അഹ്ലർത്തുഹു ലഹു ഐലൻ, ഞാൻ അവനക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഫല്ലൽ ബുനയ്യ, ഇതാ മോനെ. അൽ ഇബ്ൻ ശുക്രൻ മാമ, ഉമ്മ നന്ദി, താങ്ക് യു. അൽ അബ് ബുനയ്യ കൈഫ അമലുക ഫിൽ മക്തബ്, മോനെ നിൻ്റെ ഓഫീസിലെ ജോലി എങ്ങനെയുണ്ട്? അൽ ഇബ്ൻ ജയ്യിദൻ ജിദ്ദ, വളരെ നല്ല ജോലിയാണ് ബാബ. ഹുനാക കസീറു മിനൽ അഅമാൽ, ഒരുപാട് ജോലികളുണ്ട് അവിടെ. വലാകിന്നനി അന ഹരീസുൻ അലൽ അമലി ഹുനാക ബികുല്ലിൽ ഇഖ്ലാസ്, എല്ലാ തരത്തിലും ആത്മാർത്ഥതയോടുകൂടെ അവിടെ പണിയെടുക്കാൻ എനിക്ക് നല്ല താല്പര്യമാണ്. അൽ അപ്പോൾ ഉമ്മ ഹാദ ഹസനുൻ ബുനയ്യ, അത് നല്ല കാര്യമാണ് മോനെ. അലൈന അൻ നുഖ്ലിസ ഫി അഅമാലിന, നമ്മുടെ ജോലിയിൽ നമുക്ക് ആത്മാർത്ഥത ഉണ്ടാകണം. ഫൈബാരിക്കുല്ലാഹു ഫിഹ, അപ്പോൾ നമുക്ക് അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യും. അൽ അബ് നഅം ബുനയ്യ, ശരിയാണ് മോനെ. ബാറക്കല്ലാഹു ഫി അമലിക വ കസ്ബിക, നിൻ്റെ ജോലിയിലും സമ്പാദ്യത്തിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശുക്രൻ അബീബ ഉമ്മി, മോൻ പറഞ്ഞു പാപ്പ ഉമ്മ താങ്ക് യു. എന്തെല്ലാം സംസാരം. അഫ്വൻ ബുനയ്യ, അപ്പോൾ തിരിച്ച് ഓക്കെ ഇറ്റ്സ് ഓക്കെ, വാപ്പയും ഉമ്മയും ഒരുമിച്ച് മറുപടി പറഞ്ഞു. ഇതാണ് നമ്മുടെ പാഠമുള്ളത്. ഇനി നമുക്കിതിൻ്റെ തദ്രീബാത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇസ്താമിലിൽ അൽഫാദ വ തറാക്കിബ താലിയത്ത് ഫിൽ ജുമൽ മുഫീദ, താഴെ കാണുന്ന വാക്കുകളും പദഘടനകളുമൊക്കെ ജുംല മുഫീദയിൽ ഉപയോഗിക്കുക. ഇക്തസബ, ഉഫല്ലിലു, തഅബാൻ, ഹരീസുൻ അല, ബാറക്കല്ലാഹു, ഇസ്തറാഹ, ഇതൊക്കെ ജുംല മുഫീദയിൽ ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അക്മിലിൽ ഹിവാറ താലിയ, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സംഭാഷണം ഇവിടെയും പൂർത്തിയാക്കാനുണ്ട്. അതൊന്ന് വായിക്കണമെങ്കിൽ വായിക്കാം. മസാ അൽ ഖൈർ യാ ഉഖ്തി, ഗുഡ് ഈവനിങ് സഹോദരി. അപ്പോൾ അതിൻ്റെ ശേഷമുള്ളത് 2 ഡേശുകളാണ്. അൽ ഉഖ്തു സഹോദരി, അപ്പോൾ മസാ അൻ നൂർ എന്ന് പറയണം. എന്നിട്ട് അടുത്ത ഒരു ചോദ്യമാണ്, അതിൻ്റെ ഉത്തരം അടിയിലുണ്ട്. അറൂഹു ഇല സൂഖി, അപ്പോൾ എവിടേക്കാണ് പോകേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഇലാന തറൂഹു. അൽ ഉഖ്തു, അപ്പോൾ സഹോദരി എന്തിനാണ് പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിമാദാ തറൂഹു ഇല സൂഖി എന്ന് ചോദിക്കാം. അപ്പോൾ ലി അഷ്തരിയ ബഅദ ലവാസിമിൽ ബൈത്തി, വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എന്ന് അഹ് മറുപടി പറഞ്ഞു. എന്നിട്ട് സഹോദരൻ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതെന്താണ്? അതിൻ്റെ ഉത്തരം അടിയിലുള്ളത് കൊണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഉരീദു ബഅദൽ ഖിർത്താസിയ, എനിക്ക് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വേണം എന്ന് സഹോദരി മറുപടി പറയണം. അപ്പോൾ അതിൻ്റെ ചോദ്യം എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുക. ഹൽ തഹ്താജീന ഷൈഅൻ, നിനക്കെന്തെങ്കിലും വേണോ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കാം. ഉഹ്ത്ത് പറഞ്ഞു ഞാൻ ഉരീദു ബഅദൽ ഖിർത്താസിയ, എനിക്ക് സ്റ്റേഷനറി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആഹ് വീണ്ടും ചോദിക്കുന്നു എന്താ വേണ്ടത് എന്നായിരിക്കും ചോദിക്കുക. അയ്യ ഖിർത്താസിയത്തിൻ തഹ്താജീന, അല്ലെങ്കിൽ മാതാ തഹ്താജീന മിനൽ ഖിർത്താസിയ, എന്താണ് നിനക്ക് സ്റ്റേഷനറി കടയിൽ നിന്ന് വേണ്ടത്? അപ്പോൾ മറുപടി പറയുന്നു ദഫ്തറൈനി 2 നോട്ട് ബുക്ക്, കലമൻ ഒരു പേന, റസാമൻ ഒരു പെൻസില്, അതുപോലെ മുറബ്ബഉൽ ലൗനി, അതുപോലെ ഒരു കളർ ബോക്സും വേണം. അപ്പോൾ സഹോദരൻ ചോദിക്കുകയാണ് ഹാദാ ഫഖത്ത്, ഇത് മതിയോ? ഹൽ തുരീദു അക്സറ, ഇനി കൂടുതൽ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉഖ്ത് മറുപടി പറയുന്നു ലാ, എനിക്കൊന്നും വേണ്ട. ഹാദാ ഫഖത്ത് ശുക്രൻ എന്ന് പറയാം, അല്ലാഹ് അഫ്വൻ എന്ന് മറുപടിയും പറയാം. ഇനി കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. നമ്മൾ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ പാഠം പഠിക്കുന്നത് കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുമെന്ന്.
അപ്പോൾ ഉത്തരങ്ങളിലേക്ക് പോകാം. ഉഫല്ലിലുൽ ഖഹ്വത വൽ ഖുബ്സ, എനിക്ക് ഖുബ്സ്, പത്തിരി, കുബൂസ് ഇതൊക്കെ ആകാം. കാപ്പിയും ഖുബ്സുമാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ചോദ്യം ഉണ്ടാക്കണം. അർജിഉ ബഅദ ഉസ്ബൂഇൻ, ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ മടങ്ങും. അപ്പോൾ അതിന് ചോദ്യം ഉണ്ടാക്കണം. അദ്ഹബു ഇലൽ മദീനത്തി ലി സിയാറത്തി റൗള, റൗള സന്ദർശിക്കാൻ വേണ്ടി ഞാൻ മദീനയിലേക്ക് പോകുന്നു. അഅ്മലു ഫി മക്തബിൽ ബലദിയ, മുനിസിപ്പാലിറ്റി ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുന്നു. നഅം അന ഹിന്ദിയുൻ, ഞാൻ ശരിയാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്. അതെ, ഞാൻ ഇന്ത്യക്കാരനാണ്. ഇത്രയുമാണുള്ളത്. ഇതിലെ റീക്യാപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഅ്ലാ ഉൽ ഉസ്റത്ത്, കുടുംബാംഗങ്ങൾ, അൽ അബ്, അൽ ഉമ്മ്, അൽ ഇബ്ൻ, അൽ ഇബ്ന, അൽ അഖ്, അൽ ഉഖ്ത്, ഈ വേർഡുകളൊക്കെ നമുക്ക് പഠിക്കാം കുടുംബാംഗങ്ങളെക്കുറിച്ച്. അൽ അൽഖാബുൽ ആഇലിയ, വീട്ടിൽ നാം ഉപയോഗിക്കുന്ന പേരുകൾ, വാപ്പയെ, അബിനെ ബാബ, ഉമ്മയെ മാമ, ബുനയ്യ, ബിൻതയ്യ, ഹബീബി, ഹബീബത്തി, ഇതൊക്കെ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേരുകളാണ്. അൽ മഷ്റൂബാത്ത്, പാനീയങ്ങൾ, അഷായ്, അസീറുൽ ഐനബ്, ചായ, മുന്തിരി ജ്യൂസ്. മക്കാനുൽ അമൽ, ജോലി സ്ഥലങ്ങളെക്കുറിച്ചുള്ള വേർഡുകൾ, ഹഖല്, പാഠം, മക്തബ്, ഓഫീസ്. ഉഫല്ലിലു പഠിച്ചു, ലാ ഉഫല്ലിലു, ഐ പ്രിഫർ, ഐ ഡു നോട്ട് പ്രിഫർ. ബാറക്കല്ലാഹ് യുബാരിക്കുല്ലാഹു ഫീഹ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നർത്ഥത്തിന് ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അസൈൻമെൻ്റ് ഉണ്ട്. അസൈൻമെൻറ്റ് നമുക്ക് നോക്കാം. അഇദ ഹിവാറൻ യജ്രി ബൈനൽ വാലിദി വബ്നിഹി ഫി മൗളൂഇൽ ഇംതിഹാൻ, പിതാവും മകനും കൂടി പരീക്ഷയുടെ വിഷയത്തിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കുക. അഇദ ഖായിമത്തൽ അദവാത്തിൽ മൻസിലിയത്തി വൽ ഖിർതാസിയ, വീട്ടുപകരണങ്ങളുടെയും സ്റ്റേഷനറി ഉപകരണങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കുക. അഇദ ഹിവാറൻ യജ്രി ബൈനൽ ഉമ്മി വ ബിൻതിഹ ഫിൽ മൻസിൽ, വീട്ടിൽ വെച്ച് ഉമ്മയും മകളും കൂടി സംസാരിക്കുന്ന ഒരു സംഭാഷണം. തകല്ലം അൻ മൻസിലിക വ ഉസ്റതിക ഫി 10 ജുമലിൻ, 10 സെൻറ്റൻസിൽ നിങ്ങളുടെ വീട്ടിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പറയുക. ഉക്തുബ് 10 ജുമലിൻ തുഅരിഫു ബിഹ അഅ്ലാ ഉസ്റതിക ലി സദീഖിക, നിൻ്റെ കൂട്ടുകാരന് നിൻ്റെ കുടുംബത്തെ പറ്റിയിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു 10 ജുംലകൾ, സെൻറ്റൻസുകൾ എഴുതുക. ഇത്രയുമാണ് ഇതിൽ അസൈൻമെൻ്റായി പറഞ്ഞിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.